ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. പിള്ളേർക്കൊക്കെ സ്കൂളിൽ ഇന്നലെ ആയിരുന്നു എന്ന് തോന്നുന്നല്ലേ, മിക്ക സ്കൂളിലും സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോയാണ്. രാവിലെ തന്നെ ആദ്യം ചായ വച്ചിട്ടുണ്ട്, പിന്നെ ചോറിനുള്ള വെള്ളം, അങ്ങനെ പരിപാടികളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അവരുടെ സ്നാക്ക് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കുവാണേ. അതും റെഡിയാക്കി വെക്കും. വെള്ളമൊക്കെ ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും. സ്നാക്ക് ബോക്സൊക്കെ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ അവരിത് കഴിക്കാൻ നോക്കും. രാവിലത്തെ ഭക്ഷണം ദോശയോ ഇഡലിയൊക്കെ അത് മാറ്റി വെച്ചിട്ട് അവർ നമ്മൾ ഈ സ്നാക്ക് എടുക്കുന്നത് കഴിക്കാൻ നോക്കും. അതുകൊണ്ട് തന്നെ അവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം അതൊന്ന് റെഡിയാക്കി വെക്കും കേട്ടോ. അമ്മ ആ സമയത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഡലിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പിള്ളേരെ ഒരുക്കാൻ വേണ്ടിയിട്ട് കയറി. പിന്നെ നമ്മുടെ ദേവൂട്ടൻ ഇന്ന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ. അപ്പം സുഭാഷ് ചന്ദ്രബോസ് ആയിട്ടാണ് ആൾ റെഡിയാകുന്നത്. അതൊക്കെ ഒരുങ്ങി കുറച്ച് ഡയലോഗുകളും ഒക്കെ പഠിച്ചിട്ടാണ് പോയത്. പക്ഷെ ആൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പം പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു, ഒന്നും പറഞ്ഞൊന്നുമില്ല, പേര് മാത്രം ഒന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരെയൊക്കെ വിട്ടതിന് ശേഷം ഒരു കുഞ്ഞ് സാമ്പാർ വെക്കണം. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, കുറച്ച് ചേനയുണ്ട്, അതുപോലെ തന്നെ കോവയ്ക്ക, വെണ്ടയ്ക്ക, അച്ചിങ്ങാപ്പയർ, അങ്ങനെ കുറച്ച് ഇതൊക്കെ വെച്ചിട്ട് ഒരു സാമ്പാർ വെക്കാൻ വേണ്ടി കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു. അത് കുക്കറിനകത്തേക്കാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സാമ്പാർ പൗഡറും അതുപോലെ തന്നെ കായോ ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച് നമ്മൾ സാമ്പാർ റെഡിയാക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മരമൊക്കെ വെട്ടിയപ്പോഴത്തേന് നമ്മുടെ പയറൊക്കെ ഇവിടെ കയറിയിരുന്ന പയറും പാവലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഒരു പയർ, ആ വയലറ്റ് പയർ ചെമ്പരത്തിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കയറ് കെട്ടിക്കൊടുത്തൊക്കെ പോയിട്ട് അത് പിന്നെ ചെമ്പരത്തിയിലേക്ക് കയറി, ചെമ്പരത്തി ഫുൾ കവർ ചെയ്തു ആ വയലറ്റ് പയർ. അപ്പം നമുക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കിട്ടും, ഒരുപാട് നീളം വെക്കില്ല, ഇങ്ങനെ കുറ്റിപ്പയർ പോലെ തോന്നും. അപ്പോൾ അത് ഒരു കുറച്ചെണ്ണം ഉണ്ട്. നമുക്ക് അച്ചിങ്ങാപ്പയർ തോരനും വെക്കണം. അപ്പം ഇതും കൂടെ പറിക്കുവാണെങ്കിൽ ഇത് തന്നെയായിട്ട് വെക്കാനുള്ളതില്ല, അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതും അച്ചിങ്ങാപ്പയറും തോരൻ വെക്കണം. പിന്നെ അതേ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുറുകിയ സാമ്പാറാണ്, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സാമ്പാറും ഉണ്ട്, നമുക്ക് അച്ചിങ്ങ തോരനും ഉണ്ട്. പിന്നെ സാമ്പാറിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ചെമ്മീൻ ചമ്മന്തി ആട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ചെമ്മീൻ നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അതിൽ അഴുക്കൊക്കെ കാണുമല്ലോ. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കും, അല്ലെങ്കിൽ പിന്നെ അത് പൊടിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.